പരിശുദ്ധാത്മാവ് എവിടെയുണ്ടോ അവിടെ യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് യഥാർത്ഥമായിട്ട് അനുഭവിക്കാൻ കഴിയും. എത്ര പേര് ഇന്ന് പ്രാർത്ഥിക്കും? wherever you are, why don't you say a prayer, Lord, I want to experience your presence, Lord, in my life. അങ്ങയുടെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്ന് അനുഭവിക്കണം. അങ്ങയുടെ സാന്നിധ്യം എൻ്റെ കുടുംബത്തിലൊന്ന് അനുഭവിക്കണം. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ സഭയിലൊന്ന് അനുഭവിക്കണം. ആ വെയിറ്റ് ഓഫ് ഗ്ലോറി അത് കർത്താവെ ഞങ്ങൾക്ക് അനുഭവിക്കണം. അത് നല്ല പ്രസംഗം കേട്ടിട്ട് കാര്യമില്ല കർത്താവെ. മറ്റൊന്ന് ഞങ്ങളുടെ അറിവിൽ ഇതൊക്കെയുണ്ട്, ഞങ്ങളുടെ തലയ്ക്കകത്ത് ഇതൊക്കെയുണ്ട്. പക്ഷേ ഈ തലയിലുള്ള അറിവ് എൻ്റെ അനുഭവമായിട്ട് കർത്താവെ ഇറങ്ങി വരുവാൻ ഞാനിതാ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആ കഷ്ടാനുഭവങ്ങളിലുള്ള കൂട്ടായ്മ കർത്താവെ ഞാൻ അതിന് തയ്യാറാണ്. എങ്കിൽ മാത്രമേ എനിക്ക് ആ പുനരുത്ഥാന ശക്തി അനുഭവിക്കാൻ കഴിയൂ എന്നുള്ളത് ഞാൻ കേട്ടല്ലോ. അങ്ങനെയെങ്കിൽ ആ പുനരുത്ഥാന ശക്തി കർത്താവ് അങ്ങേ ഉറപ്പിച്ച അതേ ശക്തി ഇന്ന് എന്നിലും ഉണ്ട് കർത്താവെ. ആ ശക്തി ആർക്കെങ്കിലും ഇല്ല എങ്കിൽ ഇന്ന് ആ ശക്തി നിങ്ങൾ കർത്താവിനോട് ചോദിക്കുക. ഞങ്ങൾക്കാർക്കും ആ ശക്തി തരാൻ പറ്റത്തില്ല, പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ ശക്തി കർത്താവ് നിങ്ങളുടെ മേൽ നിറയ്ക്കും. ആ ശക്തി നിങ്ങളുടെ മേൽ അവൻ അയക്കും. എത്ര പേര് പ്രാർത്ഥിക്കും? കർത്താവെ നിന്റെ പാദത്തിൽ ഇതാ ഞാൻ എന്നെ എറിഞ്ഞു തരുന്നപ്പാ, നിന്റെ പാദത്തിൽ ഇതാ ഞാൻ വീഴുന്നപ്പാ. മനുഷ്യരുടെ മുമ്പിൽ ഞാൻ ചെന്ന് വീണ് മതിയായി. ഇനി ഞാൻ ഇതാ അങ്ങയുടെ മുമ്പിൽ വന്ന് അങ്ങയുടെ പാദത്തിൽ ഇതാ കെട്ടിപ്പിടിച്ചുകൊണ്ട് എനിക്ക് അങ്ങ് മാത്രമേ ഉള്ളൂ കർത്താവേ, എനിക്കിനി വേറെ ആരും വേണ്ട, അങ്ങ് മതി കർത്താവേ എന്ന് പറഞ്ഞ ആ കർത്താവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ.